Given the universal set U is equal to set 1, 2, 3, 4, 5, 6. A is equal to set 2, 4, 5, 6. B is equal to set 3, 5, 6. Show that De Morgan's laws holds for the above sets A, B. അപ്പോൾ ഇവിടെ ഡി മോർഗൻസ് ലോ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡി മോർഗൻസ് ലോ പറഞ്ഞു തരുന്നത് എന്താണ്? ഡി മോർഗൻസ് ലോ പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നും, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഡി മോർഗൻസ് ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാര്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് എ കോംപ്ലിമെൻറ്റ്, എന്താണ് ബി കോംപ്ലിമെൻറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എന്നാൽ എയിൽ ഇല്ലാത്തതുമായ എലിമെൻറ്റ്സ് ആണ് എവിടെ ഉണ്ടാവുക? എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണ് എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അതിൽ എയിലില്ലാത്ത നമ്പേഴ്സുകളാണ് എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ 1 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6 ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ 1ഉം 3ഉം ആണ് എവിടെ ഉണ്ടാവുന്നത്? എ കോംപ്ലിമെൻറ്റിലുള്ളത്. എന്താ ബി കോംപ്ലിമെൻറ്റ്? ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്തതും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലിമെൻറ്റ്സ് ആണ് ബി കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവുക അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു ബിയിൽ ഇല്ലാത്ത എലിമെൻറ്റ്സ് 1, 2 and 4. അപ്പോൾ ഇതാണ് നമ്മൾ ബി കോംപ്ലിമെൻറ്റിലുള്ള എലിമെൻറ്റ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഈ കണ്ടീഷൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് എ യൂണിയൻ ബി എന്ന് കൂടി നോക്കാം. വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുമുള്ള എല്ലാ എലിമെൻറ്റ്സിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, ഇവിടെ 3 ഉണ്ട്, 4, 5, 6. 4, 5, 6 ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്കിവിടെ ആവശ്യം അല്ലേ. അപ്പോൾ എന്താണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്? കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് പോലെയാണ്. ഇതിലില്ലാത്ത എലിമെൻറ്റും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലിമെൻ്റാണ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കൂ, ഇല്ലാത്ത ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളൂ 1. അപ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അത് 1 എന്ന് കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഞാൻ നോക്കുന്നത് വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? അതായത് എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ടുള്ള ആളെയാണ് ഇൻ്റർസെക്ഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലുള്ള ആൾ സെറ്റ് 1, 3, ബി കോംപ്ലിമെൻറ്റിലുള്ളത് സെറ്റ് 1, 2, 4. അപ്പോൾ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ആളാരാണ്? 1 എന്ന് പറഞ്ഞ എലിമെൻ്റ് ആണ്. അപ്പം എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെറ്റ് 1 എന്നാണ് കിട്ടുന്നത്. അതായത് ഈ രണ്ട് സെറ്റുകളും തുല്യമാണ് എന്നല്ലേ നമുക്ക് കിട്ടിയത്. അതായത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ തിയറം ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു അല്ലേ. അതേമാതിരി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. അവിടെ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലുമുള്ള കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ്. അപ്പോൾ ഒന്ന് നോക്കൂ, എയിൽ 2, 4, 5, 6, ബിയിൽ 3, 5, 6. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 5ഉം 6. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 5, 6. അത് കിട്ടിയില്ലേ. നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ ആവശ്യം. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻ്റ് കാണുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നോക്കി 5ഉം 6ഉം അല്ലാത്ത എലിമെൻറ്റ്സിനെ നമ്മൾ എടുത്തെഴുതി. അപ്പോൾ ഏതൊക്കെയാ? സെറ്റ് 1, 2, 3, 4. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അത് കിട്ടി. ഇനി ഞാൻ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ എ കോംപ്ലിമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. അതായത് ഈ രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലിമെൻറ്റ്സിനെയും ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. എല്ലാ എലിമെൻറ്റ്സിനെയും ഓർഡറിൽ ഞാൻ എഴുതുകയാണ്. സെറ്റ് 1, 2, 3, 4. അതാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും സെയിം അല്ലേ കിട്ടിയിരിക്കുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു
എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പം സെക്കൻഡ് പാർട്ട് കൂടി നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡി മോർഗൻസ് ലോ നോക്കിയത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന കൺസെപ്റ്റാണ് വെൻ ഡയഗ്രാം. എന്താണ് വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. സെറ്റുകളെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. അപ്പം എങ്ങനെയാണ് നമ്മൾ സെറ്റുകളെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യു ഉണ്ടല്ലോ, അതിന് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടും ബാക്കിയുള്ള അതിൻ്റെ സബ്സെറ്റുകളാക്കി വരുന്ന സെറ്റുകൾ, ബാക്കി എ ബി സി ഡി എന്ന് പറഞ്ഞ സെറ്റുകളെയെല്ലാം നമ്മൾ സർക്കിൾസ് വരച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സെറ്റ് എ, സെറ്റ് ബി എന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സർക്കിളുകൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ചും കൂടി നീറ്റായി വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ ഈ സർക്കിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് അടുത്ത സർക്കിൾ. ഇപ്പോൾ എയും ബിയും ഇപ്പോൾ ഇവിടെ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അതായത് അവർക്ക് കോമൺ എലിമെൻറ്റ്സ് ഉണ്ട് എന്നങ്ങനെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അർത്ഥം. എന്നാൽ ഇപ്പം എയും ബിയും ഡിസ്ജോയിൻ സെറ്റുകളാണെങ്കിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കൂടി നിൽക്കേണ്ട കോമൺ എലിമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ നമ്മളെ വെൻ ഡയഗ്രത്തിലെ എലിമെൻറ്റ്സ് എങ്ങനെയാണ് കിടക്കുക? ഇങ്ങനെ പിന്നെ സെറ്റുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? അവർ അകന്നകന്നിട്ടാണ് കിടക്കുന്നുണ്ടാവും. ഇപ്പം 3 സെറ്റുകളാണ് നമുക്കുള്ളത് വിചാരിക്കുക. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഈ രീതിയിലാണ് ഒന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു വെൻ ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. ദിസ് ഇസ് ദ സെറ്റ് എ, ദിസ് ഇസ് ദ സെറ്റ് ബി. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു സെറ്റിനെ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എനെ മാത്രം ഇതവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ റൗണ്ടില്ലേ, അതാണ് നമ്മളെ എ എന്ന് പറയുന്ന സെറ്റ്. ദിസ് ഇസ് സെറ്റ് എ അല്ലേ. എന്നാൽ സെറ്റ് ബി ഏതാണ്? ഇപ്പോൾ ഇവിടെ എയും ഉണ്ട്, ബിയും ഉണ്ട്. ബി എന്ന് പറയുമ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ഈ റൗണ്ട്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ, ഇതാണ് നമ്മളുടെ സെറ്റ് ബി. ഓക്കെ, അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാനിനി എ കോംപ്ലിമെൻറ്റ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് അല്ലേ. ഇതാണ് നമ്മളെ എ എന്ന് പറഞ്ഞ സെറ്റ്, ഇതാണ് നമ്മളെ ബി എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റൗണ്ട് അല്ലാതെയുള്ള ബാക്കിയുള്ള എല്ലാ പോർഷനും, അതായത് നമ്മളെ ഈ യൂണിവേഴ്സൽ സെറ്റ് എല്ലാം ഉൾപ്പെട്ടിട്ട് ഈ റൗണ്ട് ഒഴികെ, എ എന്ന് പറയുന്ന ആ റൗണ്ട് ഒഴികെ ഉള്ള, അതോടരുത്, അതല്ലാതെയുള്ള ബാക്കിയുള്ള എല്ലാ പോർഷനെയാണ് നമ്മൾ എന്തു പറയുന്നത്? എ കോംപ്ലിമെൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ പോർഷനൊക്കെ ആ റൗണ്ട് ഇല്ലാതെ എ എന്ന് പറഞ്ഞ റൗണ്ട് ഒഴികെയുള്ള എല്ലാ പോർഷനെയാണ് ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന് എ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ബി കോംപ്ലിമെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്? ഇതിപ്പം യൂണിവേഴ്സൽ സെറ്റാണ്. ദിസ് ഇസ് ദ സെറ്റ് ബി, ദിസ് ഇസ് ദ സെറ്റ് എ. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഒഴിവാക്കേണ്ടത്? ബിയുടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ആണെങ്കിൽ ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റൗണ്ട് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പോർഷനും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി കോംപ്ലിമെൻ്റ് എന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ റൗണ്ട് ഒഴികെയുള്ള എല്ലാ പോർഷനെയാണ് ഇതുവരെ ഇങ്ങനെയുണ്ട് അല്ലേ, ഇതുവരെയുള്ള എല്ലാ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി കോംപ്ലിമെൻ്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് സെറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് എ ആണ്, ദിസ് ഇസ് സെറ്റ് ബി. ഇനി നമ്മൾ എങ്ങനെയാണ് എ യൂണിയൻ ബിനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ നമുക്കറിയാം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ ബോത്തിലുമുള്ള അല്ലെങ്കിൽ രണ്ടിലുമുള്ള എല്ലാ എലിമെൻസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എ യൂണിയൻ ബിയിൽ. അപ്പോൾ എയും ബിയും എല്ലാ എലിമെൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് 2 റൗണ്ടുകളെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്താലാണ് നമുക്ക് ആരെ കിട്ടാൻ പോകുന്നത്? എ യൂണിയൻ ബിനെ കിട്ടാൻ പോകുന്നത് അല്ലേ. ഇത് എ യൂണിയൻ ബി ആണെങ്കിൽ നമുക്കറിയാം എന്താണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. ഞാൻ മാർക്ക് ചെയ്യുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ 2 സർക്കിൾസുമാണ്.
അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം ഈ 2 സർക്കിൾ അല്ലാതെ ബാക്കി കിടക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അതായത് ഈ പോർഷൻ നമ്മൾ എയും ബിയും ഉള്ള ഈ 2 സർക്കിളുകൾ ഒഴികെ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനാണ് നമ്മൾ ഏത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി. അതാണ് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ദിസ് ഇസ് സെറ്റ് എ, ദിസ് ഇസ് സെറ്റ് ബി. അപ്പോൾ എന്തായിരുന്നു എ ഇൻ്റർസെക്ഷൻ ബി? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോയിന്റുകളുള്ള സെറ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ റൗണ്ടാണ് എ, ഈ റൗണ്ടാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ? ദിസ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി. ദിസ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് ഈ നടുവിൽ വരുന്ന ഈ പോർഷൻ, ഒരു കോൺവെക്സ് ലെൻസ് പോലെയുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. അതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഏരിയ, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് ഇപ്പം നിങ്ങൾക്കറിയാം. അതായത് ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ പോർഷൻ ഒഴികെയുള്ള എല്ലാ പോർഷൻസുമാണ് നമുക്ക് എവിടെ ഉണ്ടാവുക? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൽ വരാൻ പോകുന്നു. അതായത് ഈ നടുവിലുള്ള പോർഷൻ ഒഴികെയുള്ള, കുറച്ച് വൃത്തിയിൽ ഷെയ്ഡ് ചെയ്യണം, ഈ പോർഷൻ ഒഴികെയുള്ള അല്ലേ, ഇതൊഴികെയുള്ള ബാക്കിയുള്ള ഏരിയ എല്ലാമാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൽ ആരാ ഉണ്ടാവുക? അത് ബി കോംപ്ലിമെൻറ്റിൻ്റെയും എയുടെയും കോമൺ പോയിൻറ്റ്സ് ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ റൗണ്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷൻസുമാണ് ബി കോംപ്ലിമെൻറ്റ്. അതും എയും കാരണം കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കഷ്ണമായിട്ടാണ് വരിക. അതായത് ഈ എയുടെ കംപ്ലീറ്റ് റൗണ്ട് ഉണ്ടാവില്ല, അതിന് ബിയുടെ പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതൊക്കെ നമുക്ക് പ്രോബബിലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കും. എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്? അതുമാതിരി ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏത് പോർഷൻ ആയിരിക്കും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അതായത് എ ഉണ്ടാവാൻ പാടില്ല. എ കോംപ്ലിമെൻറ്റ് എ ഇല്ലാത്ത പോർഷൻസ് ആണ്. ആൻഡ് ബിക്കുമുള്ള കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഈ പോർഷൻ ബിയിൽ ഉള്ള ആ പോർഷനാണ് ഉണ്ടാവുക. അല്ലെ എയുടെ ഒരു കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല. അല്ലെ എ ആയിട്ട് വരുന്ന കോമൺ ഏരിയ നമ്മൾ ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ ഈ പോർഷനാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഏതൊക്കെ എഴുതാം? എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? അത് നമുക്ക് നോക്കി എഴുതാം. അതുമാതിരി എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് മനസ്സിൽ വെക്കാം. എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? ഏതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എയിലില്ലാത്ത പോർഷൻസ് ആണ് അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എയിലില്ലാത്ത കംപ്ലീറ്റ് പോർഷൻ, അതാണ് എ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ബി കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്? ബിയിലില്ലാത്ത കംപ്ലീറ്റ് പോർഷൻസ് ആണ് ബി കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് രണ്ടിനും കൂടി കോമൺ ഏരിയ ഏതാണ്ടാവുക? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ഒഴികെയുള്ള എല്ലാ പോർഷൻസും ഉണ്ടാവും. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റൗണ്ട് ഒഴികെയുള്ള കംപ്ലീറ്റ് പോർഷൻസും ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ബാക്കി വരുന്ന പോർഷൻ ഏതാണ്? ഇതാ ഈ പുറത്ത് വരുന്ന പോർഷൻ അല്ലേ? ഈ പുറത്ത് വരുന്ന പോർഷൻ. അപ്പോൾ ഇതേപോലത്തെ വേറൊരു ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ പുറത്ത് വരുന്ന പോർഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്തത് അതേതായിരുന്നു? ഇതാ പുറത്ത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അത് ഏതിന് തുല്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് തന്നെയായിരുന്നു നമ്മൾ ഡി മോർഗൻസ് ലോയിൽ പറഞ്ഞത്. അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് മാർക്ക് ചെയ്യുന്നതും എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് മാർക്ക് ചെയ്യുന്നതും സെയിം ആണ്. അതേപോലെ ആണെങ്കിൽ എന്തായിരിക്കും എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻറ്റിനും ബി കോംപ്ലിമെൻറ്റിനും കോമൺ ആയിട്ടുള്ള പോർഷൻസ് ഏതാണ് എന്ന് നോക്കുമ്പോൾ ഈ കോമൺ റീജിയൻ ഒഴികെ ബാക്കി വരുന്ന എല്ലാ പോർഷൻസുമാണ് വരിക.